വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥയിൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശിനിയായ വീട്ടമ്മ ഫാത്തിമയാണ് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ശക്തമായ കാറ്റിൽ മരം ഇലക്ട്രിക് ലൈനിലേക്ക് പൊട്ടിവീണായിരുന്നു അപകടം. ഇന്നുച്ചയ്ക്ക് ശേഷം 3:30യോടെയായിരുന്നു അപകടം. മരം വീണ ശബ്ദം കേട്ട് പുറത്തുപോയ ഫാത്തിമ മരം മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. അപകടം അറിഞ്ഞ ഉടനെ കൊയിലാണ്ടി ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ഫാത്തിമയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അതിനിടെ മരണം സംഭവിച്ചു. അതെപ്പോഴും ഞങ്ങൾ പറയല അവരോട്, അത് മുറിക്കണം എന്നുള്ള, പക്ഷെ അവർ അന്നേരം ഒന്നും കേട്ടില്ല എന്നും പറയാറുണ്ടായിരുന്നു. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാൽ ലൈൻമേലേക്കാ വീഴുക എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു. പക്ഷെ അവർ മുറിക്കാന്നുള്ള മനയിലൂടെ ഇതുവരെ ചെയ്തില്ല. അപ്പം ഇന്ന് പെട്ടെന്ന് ഇത് മരം വീണിട്ട് ലൈൻമേലേക്ക് വീണപ്പോൾ ഞാൻ ഇവിടെ ഇല്ല, അതിന് പുറത്തതിനുള്ളത്. എൻ്റെ രണ്ടാമത്തെ അനിയത്തെ ഇവിടെ ഉള്ളത്. പിന്നെ ഓള് കരഞ്ഞ് ആൾക്കാരെ കൂട്ടിയപ്പോൾ എല്ലാവരും ഓടി വന്നതാണ്. അപ്പോഴത്തേക്ക് ഉമ്മ വീണ് പോയിക്ക് നിലത്ത്. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം വെട്ടി മാറ്റണമെന്ന ഇവർ വാക്കാൽ KECBക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. നമ്മുടെ അറിവിലില്ല, വന്നിട്ടില്ല, പരാതി ഒന്നും ലഭ്യമായിട്ടില്ല. പിന്നെ ഈ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ലൈനാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നെ വേറെ ആവശ്യമായ ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചു, അതിന് പറയാനുള്ളൂ. മരം പൊട്ടി വീണു, ബ്രാഞ്ചൊക്കെ വീണിട്ട് നമ്മളൊക്കെ അതിനൊക്കെ പൊട്ടി വീണെന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ലൈൻ പൊട്ടി ഒഴിവാക്കാൻ നമ്മൾ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. വലിയ മരം വീണാൽ നമുക്ക് നമ്മൾ നിർവാഹം ഇല്ലാത്തതാണല്ലോ, അതാണ് എൻ്റെ പ്രശ്നം വരുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മാത്രം 2 മരണമാണ് ഷോക്കേറ്റ് സംഭവിച്ചത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും വൈദ്യുതി വകുപ്പ് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാത്തതാണ് ഇത്തരം അപകടങ്ങൾ തുടർച്ചയായി സംഭവിക്കാൻ കാരണം. അനാസ്ഥയുടെ തുടർക്കഥയാവുകയാണ് വൈദ്യുതി വകുപ്പ്. കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും ഒരു ജീവൻ കൂടി നഷ്ടമാകില്ലായിരുന്നു. കുറുവങ്ങാട്ടു നിന്നും ക്യാമറാമാൻ പ്രശോഭിനൊപ്പം ശിവദാസ് കന്മനം, ജനം.